ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ ആരുടെ കൈകളിലാണെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ ഉടമ നിങ്ങളാണോ? അതോ വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും അപരിചിതനോ, നിങ്ങളുടെ ഓഫീസിലെ സഹപ്രവർത്തകനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ കമന്റോ ആണോ നിങ്ങളുടെ മാനസികാവസ്ഥയെ തീരുമാനിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളോട് കൈപുള്ള എന്തെങ്കിലും പറയുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നു, മണിക്കൂറുകളോളം അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ തലഭാരപ്പെടുത്തുന്നു. ഇതൊരു ബലഹീനതയല്ലേ? ഈ ഓഡിയോ ബുക്ക് ദി പവർ ഓഫ് നോട്ട് റിയാക്ടിംഗ് നിങ്ങൾക്കൊരു സാധാരണ പുസ്തകമല്ല, മറിച്ച് യഥാർത്ഥ ശക്തി കിടക്കുന്നത് ബഹളം വയ്ക്കുന്നതിലല്ല, മറിച്ച് നിശബ്ദനായിരിക്കുന്നതിലാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ്. ബുക്ക് ചാമ്പ്യനിൽ ഇന്ന് നാം ഒരു യാത്ര പുറപ്പെടുകയാണ്. നിങ്ങളുടെ സമയം പോലും അർഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജി പാഴാക്കുന്നതെങ്ങനെ നിർത്താമെന്ന് ഇവിടെ നിങ്ങൾ പഠിക്കും. എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം നൽകുന്നതും, എല്ലാ തർക്കങ്ങളിലും വിജയിക്കാൻ ശ്രമിക്കുന്നതും, എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുന്നതും നിങ്ങളെ ഉള്ളിൽ നിന്ന് ശൂന്യമാക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇന്ന് ഈ ഓഡിയോ യാത്രയിൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് ശാന്തത എങ്ങനെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമായി മാറുന്നത് എന്നാണ്. നമ്മൾ മിണ്ടാതിരുന്നാൽ ആളുകൾ നമ്മളെ അടിച്ചമർത്തുമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ സത്യമെന്തെന്നാൽ സ്വയം ശാന്തനായിരിക്കാൻ അറിയാവുന്ന ഒരാളെ ലോകത്തിലെ ഒരു ശക്തിക്കും ഇളക്കാൻ കഴിയില്ല എന്നതാണ്. നിങ്ങളുടെ പ്രതികരിക്കാതിരിക്കൽ എങ്ങനെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായി മാറുന്നതെന്ന് ഈ സ്ക്രിപ്റ്റിലൂടെ നാം മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ തന്നെ മറുപടി കൊടുക്ക്, നീ ആരാണെന്ന് അവരെ കാണിച്ചു കൊടുക്ക് എന്ന് നമ്മുടെ ഈഗോ നമ്മളോട് പറയും. എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ വിവേകം നിങ്ങളോട് പറയും, നിങ്ങളുടെ വിലപ്പെട്ട എനർജി ഈ അനാവശ്യ തർക്കത്തിൽ പാഴാക്കരുത് എന്ന്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടത് നിർബന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ആന്തരിക സമാധാനത്തിന്റെ വില ഏതൊരു തർക്കത്തെക്കാളും വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറുന്നു. ഈ ആദ്യ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ സംഭവിക്കുന്ന ആ മാന്ത്രികതയെക്കുറിച്ചാണ്. ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവരെ നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിക്കുന്നു. ആ നിമിഷം ആ വ്യക്തി തോൽക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു. കാരണം നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കാൻ നിങ്ങൾ അവർക്ക് അനുവാദം നൽകിയില്ല. പ്രതികരിക്കുക എന്നത് നമുക്ക് ആഗ്രഹിച്ചാൽ പോലും നിർത്താൻ കഴിയാത്ത ഒരു ശീലമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ശീലം നമ്മുടെ മനസ്സിനെ എത്രത്തോളം തളർത്തുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ശാന്തനായ ഒരു പോരാളിയായി നിങ്ങളെ മാറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഓഡിയോ ബുക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, മറ്റൊരാളുടെയും മോശമായ വാക്കുകൾ നിങ്ങളെ സ്പർശിക്കാത്ത ഒരു തലത്തിലേക്ക് നിങ്ങളെ തന്നെ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, എങ്കിൽ ഈ മാറ്റത്തിന്റെ കഥ നമുക്ക് തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും നിശബ്ദത പാലിച്ച് ഒരു സാഹചര്യം കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അതോ ഇന്നു മുതൽ ഈ യാത്ര ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ ചിന്തകൾ നിങ്ങൾക്ക് പവർഫുള്ളായി തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളിവിടെ വെറുതെ സംസാരിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആഴത്തിലുള്ളതും ഫലപ്രദവുമായ ഓഡിയോ യാത്രകൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി ഈ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ നിങ്ങളുടെ കേന്ദ്രം കണ്ടെത്താൻ സഹായിക്കുന്ന ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമത്തിലേക്ക് നമുക്ക് കടക്കാം. ഓർക്കുക, യഥാർത്ഥ രാജാവ് ഒരുപാട് വാക്കുകൾ ഉള്ളവനല്ല, മറിച്ച് തന്നിൽ തന്നെ പൂർണ്ണ നിയന്ത്രണമുള്ളവനാണ്. വലിയ കൊടുങ്കാറ്റുകളെപ്പോലും ശാന്തമാക്കാൻ ധൈര്യമുള്ള ആ നിശബ്ദതയുടെ ശക്തിയെക്കുറിച്ച് കേൾക്കാൻ തയ്യാറാകൂ. അധ്യായം 1. മൗനത്തിന്റെ അത്ഭുത ശക്തി. ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് തോൽവി സമ്മതിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മൾ ഭയന്നുപോയെന്ന് മറ്റുള്ളവർ കരുതുമെന്ന് നാം വിചാരിക്കുന്നു. എന്നാൽ സത്യം ഇതിന് നേരെ വിപരീതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങളെ പുറന്തള്ളുന്ന ഒരു ഫിൽട്ടറാണ് യഥാർത്ഥത്തിൽ നിശബ്ദത. നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ മിണ്ടാതിരിക്കുകയല്ല, നിങ്ങൾ കേൾക്കുകയാണ്, നിങ്ങൾ കാണുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ സംരക്ഷിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് കാലക്രമേണ വിലയില്ലാതാകുന്നു. എന്നാൽ സംസാരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരാളുടെ ഓരോ വാക്കും കല്ലിലെ വര പോലെയാകുന്നു. മുഖത്ത് എപ്പോഴും വല്ലാത്തൊരു ശാന്തതയുള്ള ആളുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ലോകം തലകീഴായി മറിഞ്ഞാലും അവർ ആ പുഞ്ചിരി കൈവിടില്ല. അത്തരം ആളുകൾ അവരുടെ ശക്തി പുറത്തല്ല, മറിച്ച് ഉള്ളിലാണ് കണ്ടെത്തുന്നത്. വാക്കുകളേക്കാൾ കൂടുതൽ സ്വാധീനം അവരുടെ വ്യക്തിത്വത്തിനാണെന്ന് അവർക്കറിയാം. ചിന്തിച്ചു നോക്കൂ. ഒരു തർക്കത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ സ്വയം പിന്മാറുമ്പോൾ നിങ്ങൾ ആ തർക്കം അവസാനിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം മൂല്യം സംരക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ മറ്റേയാളുടെ നിലവാരത്തിലേക്ക് താഴുകയാണ്. ആരെങ്കിലും നിങ്ങളോട് അലറുമ്പോൾ നിങ്ങളും തിരിച്ചലറുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ബഹളം വയ്ക്കുന്നതിലൂടെ ഒരിക്കലും ലഭിക്കാത്ത ഒരു അന്തസ്സ് നിശബ്ദത നിങ്ങൾക്ക് നൽകുന്നു.
നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പഠിക്കുകയും ചെയ്യുന്ന ഇടമാണത്. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ ലോകം നിങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങുന്നു. ആളുകൾ നിങ്ങളുടെ നിശബ്ദതയെ ഭയപ്പെടാൻ തുടങ്ങുന്നു, കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കറിയില്ല. ഈ അനിശ്ചിതത്വമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഈ ഓഡിയോ ബുക്കിൽ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ ഒരു ലീഡറാക്കാൻ എങ്ങനെ കഴിയുമെന്നും നമ്മൾ തുടർന്ന് മനസ്സിലാക്കും. കാരണം ഒരു ലീഡർ എന്നത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവനല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ഏറ്റവും ശരിയായ സമയത്ത് സംസാരിക്കുകയും ചെയ്യുന്നവനാണ്. മൗനത്തിന്റെ ഈ ആഴം നമ്മെ എത്തിക്കുന്നത് ആർക്കും ഒന്നും തെളിയിക്കേണ്ടതില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ്. പോയി അവനെ നിന്റെ യഥാർത്ഥ കഴിവ് കാണിച്ചു കൊടുക്ക് എന്ന് നമ്മുടെ ഈഗോ പലപ്പോഴും നമ്മെ പ്രകോപിപ്പിക്കാറുണ്ട്. നീ എത്രത്തോളം കഴിവുള്ളവനാണെന്ന് അവനോട് പറയൂ. എന്നാൽ യഥാർത്ഥത്തിൽ കഴിവ് എന്നത് കാണിക്കാനുള്ള ഒന്നല്ല, ജീവിച്ചു കാണിക്കാനുള്ളതാണ്. നിങ്ങളെത്തന്നെ മെച്ചപ്പെടുത്താൻ മാത്രം നിങ്ങൾ ഊർജ്ജം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ഫലം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഇവിടെ തുടങ്ങുന്നു അധ്യായം 2. ട്രിഗറുകളെ നിയന്ത്രിക്കുക. നിങ്ങളുടെ ദേഷ്യത്തിന്റെ സ്വിച്ച് ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വഴിയിലൂടെ പോകുന്ന ഏതൊരാൾക്കും നിങ്ങളുടെ ദിവസത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ കഴിയുമോ? അമർത്തുമ്പോൾ നാം നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന ഒരു ബട്ടണാണ് ട്രിഗർ. നിങ്ങളുടെ ജോലിയെ ആരെങ്കിലും വിമർശിച്ചു, നിങ്ങൾ ട്രിഗറായി. ആരെങ്കിലും നിങ്ങളുടെ പഴയ തെറ്റ് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ട്രിഗറായി. എന്നാൽ മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ എങ്ങനെ തട്ടിയെടുത്ത് തിരികെ നിങ്ങളുടെ പക്കൽ തന്നെ വെക്കാമെന്ന് ഈ അധ്യായത്തിൽ ബുക്ക് ചാമ്പ്യൻ നിങ്ങളെ പഠിപ്പിക്കും. ട്രിഗർ ആകുക എന്നത് നമ്മുടെ പഴയൊരു പ്രോഗ്രാമിംഗ് ആണ്. അത് നാം ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണം. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അത് അവരുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണെന്ന് നാം മനസ്സിലാക്കണം, അല്ലാതെ നമ്മുടെ യാഥാർത്ഥ്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ വഴിയിൽ നിന്ന് ആകാശത്തെ നോക്കി അസഭ്യം പറയുന്നു. ആകാശത്തിനത് മോശമായി തോന്നുമോ? ഇല്ല. കാരണം ആകാശത്തിന് അതിന്റെ വിശാലത അറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആന്തരിക ശക്തിയും നിങ്ങളുടെ മൂല്യവും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ലോകത്തിലെ ഒരു അപമാനത്തിനും നിങ്ങളെ ചെറുതായി തോന്നാൻ കഴിയില്ല. മാസ്റ്ററി എന്നാൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ല എന്നല്ല. നിങ്ങൾക്ക് ദേഷ്യം വരുന്നതിനും നിങ്ങൾ സംസാരിക്കുന്നതിനുമിടയിലുള്ള ആ ചെറിയൊരു ഇടവേളയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നതാണ് മാസ്റ്ററി. ആ ഒരു സെക്കൻഡ് നിർത്തലിലാണ് നിങ്ങളുടെ മുഴുവൻ വിജയവും ഒളിഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തി എന്റെ പ്രതികരണം അർഹിക്കുന്നുണ്ടോ എന്ന് ആ നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം മിക്കവാറും ഇല്ല എന്ന് തന്നെയായിരിക്കും. ഈ തിരിച്ചറിവാണ് നിങ്ങളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു വലിയ വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നത്. ട്രിഗറുകൾ യഥാർത്ഥത്തിൽ ലോകം ചുരണ്ടുന്ന നമ്മുടെ മുറിവുകളാണ്. ആ മുറിവുകൾ നിങ്ങൾ ഉണക്കുകയും നിങ്ങളുടെ കുറവുകൾ അംഗീകരിക്കുകയും ചെയ്താൽ ആർക്കും തങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെത്തന്നെ വൈകാരികമായി ബുള്ളറ്റ് പ്രൂഫ് ആക്കുന്ന ഒരു യാത്രയാണിത്. അവിടെ നിങ്ങൾ നെഗറ്റിവിറ്റിയെ കാണുന്നുണ്ടെങ്കിലും അത് അനുഭവിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ആളുകളുടെ പെരുമാറ്റത്തെ വളരെ വ്യക്തിപരമായി എടുക്കാറുണ്ട്. അവൻ എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ കൈബുള്ള വാക്കുകൾ പറയുന്ന ഒരു വ്യക്തി ഉള്ളിൽ എത്രത്തോളം ദുഃഖിതനായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വെറുപ്പിനു പകരം സഹതാപത്തോടെ നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രതികരണം തനിയെ ഇല്ലാതാകുന്നു. ഈ പാവം മനുഷ്യന് കുറച്ച് സമാധാനം ആവശ്യമുണ്ടായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഇവിടെയാണ് നിങ്ങൾ ലോകവുമായി ഒരു പുതിയ കളി തുടങ്ങുന്നത്. അവിടെ ആളുകൾ നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയും നിങ്ങളുടെ ശാന്തത കൊണ്ട് നിങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സ്ഥിരതയോടെ നിർത്തുന്ന ഒരു ടെക്നിക്കിനെക്കുറിച്ചാണ് ഈ ഓഡിയോ യാത്രയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെ നാം ദി വിറ്റ്നസ് മോഡ് എന്ന് വിളിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതമാകുന്ന നാടകത്തിൽ ഒരു അഭിനേതാവാകുന്നതിനൊപ്പം ഒരു കാഴ്ചക്കാരനാവുക. നിങ്ങളൊരു കാഴ്ചക്കാരനെപ്പോലെ നിങ്ങളെത്തന്നെ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പ്രതികരിക്കാൻ എങ്ങനെ വെമ്പൽ കൊള്ളുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെറുതെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ശാന്തമാക്കുന്നു. ഈ നിയന്ത്രണമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പകൽ മുഴുവൻ നമ്മെ അലട്ടുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കാം. ട്രാഫിക്കിൽ ആരെങ്കിലും ഹോൺ മുഴയ്ക്കുന്നത്, സോഷ്യൽ മീഡിയയിലെ ഒരു നെഗറ്റീവ് കമന്റ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന വേണ്ടാത്ത ഉപദേശം. ഇതെല്ലാം നിങ്ങളുടെ പക്വത പരിശോധിക്കുന്ന ചെറിയ ടെസ്റ്റുകളാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾക്കായി നിങ്ങളുടെ ഊർജ്ജം പാഴാക്കിക്കൊണ്ടിരുന്നാൽ വലിയ ലക്ഷ്യങ്ങൾക്കായി നിങ്ങളുടെ കൈവശം ഒന്നുമുണ്ടാകില്ല. നിങ്ങളുടെ എനർജി ഒരു പരിമിതമായ ഉറവിടമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ബുക്ക് ചാമ്പ്യനിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ചവറ്റുകുട്ടയിൽ എറിയരുത്. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി സംഭരിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും പിന്നീട് ഉപയോഗപ്രദമാകുന്ന അതേ എനർജി. നിങ്ങളുടെ സമാധാനം മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് ഒരു വലിയ പരാജയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മറ്റാരുടെയും കൈകളിലെ കളിപ്പാവയാകില്ലെന്ന് ഇന്ന് ഈ നിമിഷം മുതൽ തീരുമാനിക്കുക. ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കും, ആളുകൾ നിങ്ങളെ പരീക്ഷിക്കും, പക്ഷേ വാക്കുകൾക്കൊരിക്കലും നൽകാൻ കഴിയാത്ത മറുപടി നിങ്ങളുടെ നിശബ്ദത അവർക്ക് നൽകും.
ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു ആഴത്തിലുള്ള കാര്യമുണ്ട്. പ്രതികരണം വാക്കുകളിൽ മാത്രമല്ല ഉണ്ടാകുന്നത്. അത് നമ്മുടെ ശരീരഭാഷയിലും ചിന്തകളിലുമുണ്ട്. ചിലപ്പോൾ നമ്മൾ വായ തുറന്നൊന്നും പറയില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ വ്യക്തിയെ ശപിക്കുന്നുണ്ടാകും. ഇതും ഒരു തരം പ്രതികരണമാണ്. ഇത് നിങ്ങളുടെ സിസ്റ്റത്തെ വിഷലിപ്തമാക്കുന്നു. യഥാർത്ഥ നോട്ട് റിയാക്ഷൻ എന്നാൽ നിങ്ങളുടെ മനസ്സും ശാന്തമാകുന്ന അവസ്ഥയാണ്. മറ്റേയാളുടെ വാക്കിന് നിങ്ങളുടെ മൂല്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നിങ്ങൾ സത്യമായും അംഗീകരിക്കുന്ന അവസ്ഥ. ഈയൊരു തലത്തിലുള്ള ഡിറ്റാച്ച്മെന്റ് നിങ്ങൾ കൈവരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ വേറിട്ടൊരു തിളക്കം വരുന്നു. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾ വേറിട്ടു നിൽക്കുന്നു, കാരണം നിങ്ങളുടെ സ്ഥിരത ആളുകളെ ആകർഷിക്കുന്നു. ഈ ഡിറ്റാച്ച്മെന്റിനെ എങ്ങനെ നിങ്ങളുടെ ശീലമാക്കാമെന്നും നിങ്ങളെ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്ന ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അടുത്ത അധ്യായത്തിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കും. കാരണം പുറം ലോകത്തെ മാറ്റുക എന്നത് നമ്മുടെ കയ്യിലല്ല, എന്നാൽ നമ്മുടെ ആന്തരിക ലോകത്തിന്റെ ഏക രാജാവ് നമ്മളാണ്. ഈ രാജാധികാരം അനുഭവിക്കാൻ തയ്യാറാകൂ. അവിടെ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ സമാധാനത്തിന്റെ ഒരു ഇല പോലും അനങ്ങില്ല. വൈകാരികമായ ഡിറ്റാച്ച്മെന്റിനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അതിനർത്ഥം കല്ലുപോലെ ഹൃദയമുള്ളവനാകുക എന്നല്ല, മറിച്ച് അനാവശ്യമായ ഭാരങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ രക്ഷിക്കുക എന്നാണ്. നിങ്ങൾ വളരെ ഉയർന്ന ഒരു പർവ്വതത്തിലേക്ക് കയറുകയാണെന്നും നിങ്ങളുടെ ബാഗിൽ ഒരുപാട് ഭാരമുള്ള കല്ലുകൾ നിറച്ചിട്ടുണ്ടെന്നും സങ്കൽപ്പിക്കുക. ഈ കല്ലുകൾ മറ്റുള്ളവരുടെ വാക്കുകളാണ്, അവരുടെ അഭിപ്രായങ്ങളും അവരോടുള്ള നിങ്ങളുടെ കോപവുമാണ്. ഈ കല്ലുകൾ കൂടെ കൊണ്ടുനടന്നാൽ നിങ്ങൾക്കൊരിക്കലും മുകളിൽ എത്താൻ കഴിയില്ല. ഡിറ്റാച്ച്മെന്റ് എന്നാൽ ആ കല്ലുകൾ ഓരോന്നായി വഴിയിൽ ഉപേക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ബാഗിന്റെ ഭാരം കുറയുന്തോറും നിങ്ങളുടെ കയറ്റം എളുപ്പമാകും. നിങ്ങളെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ ഓർമ്മകളും വാക്കുകളും ഉപേക്ഷിക്കാനുള്ള ശക്തി ഈ ഓഡിയോ ബുക്ക് നിങ്ങൾക്ക് നൽകും. മിണ്ടാതിരിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമാണോ എന്ന് ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ആളുകൾ നമ്മെ മുതലെടുക്കില്ലേ? ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. നിങ്ങൾ സമാധാനത്തോടെയും മാന്യതയോടെയും മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ ദുർബലനല്ല, മറിച്ച് അപകടകരമാം വിധം അതിശക്തനായി കാണപ്പെടുന്നു. ഇവന് എന്തുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ നിശബ്ദത മറ്റേയാളെ നിർബന്ധിതനാക്കുന്നു. ഇതാണ് നിങ്ങളെ ഒരു വിജയിയാക്കുന്ന രഹസ്യം. ഡിറ്റാച്ച്മെന്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അർത്ഥമാക്കുന്നത് ലോകത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോഴും സ്വയം സുരക്ഷിതനായിരിക്കുക എന്നതാണ്. പുറത്ത് നല്ല മഴ പെയ്യുകയാണെന്നും നിങ്ങൾ വളരെ ശക്തമായ ഒരു റെയിൻകോട്ട് ധരിച്ചിട്ടുണ്ടെന്നും സങ്കൽപ്പിക്കുക. നിങ്ങളുടെ പക്കൽ സുരക്ഷാ കവചമുള്ളതിനാൽ മഴയ്ക്ക് നിങ്ങളെ നനയ്ക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആളുകൾ നിങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയോ നിങ്ങളെ വിലയിരുത്തുകയോ ചെയ്യുമ്പോൾ അത് മഴ പോലെയാണ്. നിങ്ങളുടെ പക്കൽ ഡിറ്റാച്ച്മെന്റിന്റെ റെയിൻകോട്ട് ഉണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിന് നിങ്ങളുടെ മനസ്സിനുള്ളിലെത്താൻ കഴിയില്ല. എല്ലാ മനുഷ്യരുടെയും ചിന്തകളെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ ബുക്ക് ചാമ്പ്യനിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അതിരുകൾ നിങ്ങൾക്ക് തീർച്ചയായും നിശ്ചയിക്കാനാകും. പലപ്പോഴും നാം മറ്റുള്ളവരിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നു. അവർ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതിരിക്കുമ്പോൾ നാം ദുഃഖിക്കുന്നു. ഈ ദുഃഖമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതികരണം. നിങ്ങളുടെ സന്തോഷത്തിനായി മറ്റാരെയും ആശ്രയിക്കാതിരിക്കാൻ ഡിറ്റാച്ച്മെന്റ് നിങ്ങളെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ബന്ധങ്ങളിൽ നാം പരസ്പരം വളരെയധികം അടുക്കുന്നു, അതിനാൽ മറ്റേയാളിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും നമ്മെ അലട്ടുന്നു. ആരെങ്കിലും നമ്മെ അവഗണിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന ചിന്തയിൽ നാം ദിവസം മുഴുവൻ ചെലവഴിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചില്ലെങ്കിൽ തകർന്നു പോകാൻ മാത്രം അത്ര കുറവാണോ നിങ്ങളുടെ വില? നിങ്ങൾ വൈകാരികമായി ഡിറ്റാച്ചായിരിക്കുമ്പോൾ ആളുകളെ അവർ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ അംഗീകരിക്കുന്നു. അവരെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല. ഇത് നിങ്ങൾക്ക് സമാധാനം നൽകുക മാത്രമല്ല, നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ പക്വതയുള്ളതാക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണെന്ന് തോന്നുന്ന ഘട്ടം. ആളുകൾ വരികയും പോവുകയും ചെയ്യുമെന്നും വാക്കുകൾ ഉണ്ടാകുമെന്നും അവസാനിക്കുമെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ ആന്തരിക സമാധാനം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ആഴത്തിലുള്ള കാര്യമുണ്ട്, അതാണ് പോസിറ്റീവ് ഡിറ്റാച്ച്മെന്റ്. ഇതിനർത്ഥം നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ കർമ്മം ചെയ്യുന്നു, പക്ഷേ അതിന്റെ ഫലവുമായി നിങ്ങളെത്തന്നെ ബന്ധിപ്പിക്കുന്നില്ല എന്നാണ്. നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കുകയും അവർ നിങ്ങളോട് നന്ദി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നരുത്, കാരണം ആ സഹായം നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ സന്തോഷത്തിനാണ്, അവരുടെ അംഗീകാരത്തിനു വേണ്ടിയല്ല. ഈ മൈൻഡ്സെറ്റോടെ ജീവിക്കുമ്പോൾ ലോകത്തിലെ ഒരു പെരുമാറ്റത്തിനും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആഴമേറിയ സമുദ്രം പോലെയാകുന്നു. അതിൽ ഉപരിതലത്തിൽ തിരമാലകൾ ഉയരുമെങ്കിലും ആഴങ്ങളിൽ എപ്പോഴും നിശബ്ദതയും സമാധാനവും ഉണ്ടാകും. ഈ ആഴം നിങ്ങൾക്ക് നൽകുക എന്നതാണ് ബുക്ക് ചാമ്പ്യനിൽ ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ആളുകൾ 1000 വഴികൾ പരീക്ഷിക്കും. അവർ നിങ്ങളുടെ ബലഹീനതകൾ കണ്ടെത്തും. എന്നാൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാൻ ഒരു വഴിയും ലഭിക്കില്ല. നിങ്ങളുടെ ഈ നിശബ്ദതയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പരിച. അധ്യായം 4. ഗ്രേസസോടെ പ്രതികരിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നും സംസാരിക്കരുതോ എന്നൊരു ചോദ്യം വരുന്നു. എല്ലാ സാഹചര്യങ്ങളിലും മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? ഇല്ല, ഒരിക്കലുമില്ല.
നോട്ട് റിയാക്ടിംഗ് എന്നതിനർത്ഥം നിങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുക എന്നല്ല. ഇതിനർത്ഥം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിനു പകരം റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം എന്നാണ്. ദേഷ്യത്തിൽ ചിന്തിക്കാതെ പുറത്തുവരുന്നതാണ് റിയാക്ഷൻ. എന്നാൽ ചിന്തിച്ച് മാന്യതയോടെ നൽകുന്നതാണ് റെസ്പോൺസ്. ആരെങ്കിലും നിങ്ങളോട് വളരെ മോശമായി സംസാരിച്ചുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ തിരിച്ച് അവരെ അസഭ്യം പറയുക എന്നതാണ് റിയാക്ഷൻ. എന്നാൽ എനിക്ക് ഈ സ്വരത്തിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് ശാന്തമായി പറയുന്നതാണ് റെസ്പോൺസ്. നിങ്ങൾ മാന്യതയോടെ മറുപടി നൽകുമ്പോൾ നിങ്ങൾ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നു, അല്ലാതെ സാഹചര്യം നിങ്ങളെയല്ല നിയന്ത്രിക്കുന്നത്. അവർ പ്രതീക്ഷിച്ച ആ നാടകം നിങ്ങൾ അവർക്ക് നൽകാത്തതുകൊണ്ട് മറ്റേയാൾക്ക് തന്റെ തെറ്റ് കൂടുതൽ ബോധ്യപ്പെടും. മികച്ചൊരു റെസ്പോൺസ് നൽകുന്നതിനായി നിങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതിനർത്ഥം നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും അവയ്ക്ക് ശരിയായ ദിശ നൽകുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അതിനെ ഒരു സിഗ്നലായി കാണുക. ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് ഈ സിഗ്നൽ നിങ്ങളോട് പറയുന്നു. എന്നാൽ അതിനർത്ഥം നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കണമെന്നല്ല. ആ ദേഷ്യം അനുഭവിച്ചറിയുക, അത് നിരീക്ഷിക്കുക, തുടർന്ന് ഏറ്റവും മികച്ച ചുവടുവെപ്പ് എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുക. ചിലപ്പോൾ ഏറ്റവും മികച്ച റെസ്പോൺസ് ഒരു ലളിതമായ ശരി അല്ലെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയായിരിക്കാം. മറ്റേയാളുടെ നെഗറ്റിവിറ്റിക്ക് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇടം നൽകിയില്ല എന്നതിലൂടെ നിങ്ങൾ എത്രത്തോളം ശക്തനാണെന്ന് ഇത് കാണിക്കുന്നു. ബുക്ക് ചാമ്പ്യനിൽ ഈ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ നിങ്ങളോടുള്ള അവരുടെ മനോഭാവം മാറ്റാൻ നിർബന്ധിതരാകുന്നു. നിങ്ങളെ എളുപ്പത്തിൽ പ്രകോപിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. റെസ്പോണ്ട് ചെയ്യാനുള്ള മറ്റൊരു മാർഗം അവഗണിക്കുക എന്നതാണ്. ചില ആളുകളും ചില കാര്യങ്ങളും നിങ്ങളുടെ റെസ്പോൺസ് പോലും അർഹിക്കുന്നില്ല. കുരയ്ക്കുന്ന എല്ലാ നായ്ക്കൾക്കും നേരെ കല്ലെറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. നിങ്ങളുടെ അന്തസ്സ് നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനസിക വ്യക്തത സംരക്ഷിക്കുന്നു. ഈ മാനസിക വ്യക്തത ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഓർക്കുക, തന്റെ വാക്കുകൾ സൂക്ഷിച്ചുവെക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കും. നിങ്ങളുടെ സമാധാനം ഒരു ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ പ്രസ്താവനയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ബോസ് നിങ്ങളാണെന്നും നിങ്ങളുടെ സമാധാനം ആരുടെയും അഭിപ്രായത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്നുമുള്ള പ്രസ്താവന. ഈ രീതിയെ എങ്ങനെ നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കാമെന്നും പുറത്തുനിന്നുള്ള ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ ഇളക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ആന്തരിക ശക്തിയെ എങ്ങനെ അത്രത്തോളം ശക്തമാക്കാമെന്നും അടുത്ത ഭാഗത്തിൽ നമ്മൾ സംസാരിക്കും. സുഹൃത്തുക്കളെ, മിണ്ടാതിരിക്കുന്നതും പ്രതികരിക്കാതിരിക്കുന്നതും എത്ര വലിയ സൂപ്പർ പവറാണെന്ന് നിങ്ങൾക്കിതിനകം മനസ്സിലായി കഴിഞ്ഞു. എന്നാൽ ഈ ഡിജിറ്റൽ ലോകത്തും ബഹളങ്ങൾ നിറഞ്ഞ ലോകത്തും നിങ്ങൾ കാലുകുത്തുമ്പോഴാണ് യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത്. ഒരു ദിവസത്തെ ജോലിയല്ല, ഇതൊരു ജീവിതശൈലിയാണ്. നിങ്ങൾ ഈ ഓഡിയോ ബുക്ക് കേൾക്കുക മാത്രമല്ല, ഇത് നിങ്ങളുടെ സിരകളിൽ ഉൾക്കൊള്ളണമെന്നും ബുക്ക് ചാമ്പ്യനിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ മാർഗം സ്വയം അവബോധമാണ്. ദിവസത്തിൽ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയും മുൻവിധികളില്ലാതെ നിങ്ങളുടെ ചിന്തകൾ നിരീക്ഷിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ പ്രക്ഷുബ്ധത നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ പുറത്തെ പ്രക്ഷുബ്ധത നിങ്ങളെ അലട്ടുന്നത് നിർത്തുന്നു. നിങ്ങളുടെ മാനസിക അതിരുകൾ വളരെ ശക്തമാക്കുക. ആരുടെയും നെഗറ്റിവിറ്റിക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുക. ഓർക്കുക, നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത്. അത് എവിടെ ചെലവഴിക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമായിരിക്കണം. ചിലപ്പോൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ആളുകൾ നിങ്ങളുടെ ഭൂതകാലത്തെ ഉപയോഗിക്കും, നിങ്ങളുടെ ബലഹീനതകളിൽ അടിക്കും. അത്തരം സമയങ്ങളിൽ നിങ്ങളുടെ ആന്തരിക ശക്തിയാണ് നിങ്ങളുടെ പരിചയാകുക. നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്നതല്ല, നിങ്ങളെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്തോ അതാണ് നിങ്ങൾ. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ അടയാളമായി മാറുമ്പോൾ ലോകത്തിലെ എല്ലാ വെല്ലുവിളികളും നിങ്ങളുടെ മുന്നിൽ ചെറുതായി തോന്നാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ദിവസവും ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു പരിശീലനമുണ്ട്. എന്തെങ്കിലും സാഹചര്യം നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകുന്നുവെന്ന് തോന്നുമ്പോഴെല്ലാം കൈ നെഞ്ചിൽ വെച്ച് പറയുക, എന്റെ സമാധാനം എന്റെ ഉത്തരവാദിത്തമാണ്. ഈ ചെറിയ വാചകം നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യുകയും പ്രതികരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. ബഹളം കുറയുമ്പോഴാണ് ജീവിതത്തിൽ വ്യക്തത വരുന്നത്. അത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ ബഹളമാണ്. അതെങ്ങനെ ശാന്തമാക്കാമെന്ന് നിങ്ങൾ പഠിക്കണം. അധ്യായം 6: ഒരു ശാന്തനായ വിജയിയുടെ അടയാളങ്ങൾ. ലോകത്തിലെ ഏറ്റവും വിജയികളായ ആളുകൾ എന്തിനാണ് ഇത്ര ശാന്തരായിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കോപവും പ്രതികരണങ്ങളും തങ്ങളുടെ കാഴ്ചപ്പാടിനെ മങ്ങലേൽപ്പിക്കുമെന്ന് അവർക്കറിയാം. ശാന്തനായ ഒരു മനുഷ്യനാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ളത്, കാരണം അവന് സ്വന്തം നിയന്ത്രണമുണ്ട്. നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ ആളുകളെ മനസ്സിലാക്കാൻ നിങ്ങൾ തുടങ്ങുന്നു. അവരുടെ വാക്കുകൾക്ക് പിന്നിലെ ഭയവും അവരുടെ അരക്ഷിതാവസ്ഥയും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യമല്ല, സഹതാപമാണ് തോന്നുക. ഇവിടെയാണ് നിങ്ങൾ വൈകാരികമായി പക്വത പ്രാപിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ആളുകളെ ശാന്തമാക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നതാണ് ബുക്ക് ചാമ്പ്യന്റെ ലക്ഷ്യം. നിങ്ങളുടെ നിശബ്ദതയ്ക്ക് അത്രത്തോളം ഭാരമുണ്ടായിരിക്കണം.
തന്റെ പ്രവൃത്തികളിൽ മറ്റേയാൾ തന്നെ ലജ്ജിക്കുന്ന തരത്തിൽ. ബന്ധങ്ങളിലും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അനാവശ്യ നാടകങ്ങൾ അവസാനിക്കുന്നു. തർക്കങ്ങൾ എപ്പോഴും രണ്ട് വശത്തുനിന്നുമുണ്ടാകുന്നു. ഒരു വശം ശാന്തമായാൽ തീ തനിയെ അണയും. ഇതിനർത്ഥം നിങ്ങൾ തെറ്റ് സഹിക്കുന്നു എന്നല്ല. ഇതിനർത്ഥം ആ ചെളിയിൽ കൈവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. സ്വന്തം അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് പിന്മാറുന്നത് ലോകത്തിലെ ഏറ്റവും ധീരമായ ചുവടുവെപ്പാണ്. നിങ്ങളെ ദുർബലരായി കരുതുന്നവർ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കണ്ട് അത്ഭുതപ്പെടും. കാരണം മറ്റുള്ളവർക്ക് മറുപടി നൽകുന്നതിൽ നിന്ന് നിങ്ങൾ സംരക്ഷിച്ച ഊർജം ഇപ്പോൾ നിങ്ങളുടെ വിജയമായി സംസാരിക്കും. വിജയത്തിന്റെ മാറ്റൊലി വാക്കുകളുടെ ബഹളത്തേക്കാൾ വളരെ കൂടുതലാണ്. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ തന്ത്രമാക്കി മാറ്റുകയും ചെയ്യുക. ഈ പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യ ആളുകളും അനാവശ്യ കാര്യങ്ങളും തനിയെ കുറയാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ടോക്സിക്കായ ആളുകൾക്ക് അവർക്കാവശ്യമുള്ള ഫീഡ്ബാക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കില്ല. അവർ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും. നിങ്ങളുടെ സമാധാനത്തെ വിലമതിക്കുന്ന ആളുകൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കൂ. ഇത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന സ്വാഭാവികമായൊരു ഫിൽറ്ററാണ്. നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ മൈൻഡ്സെറ്റിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ശാന്തമായ മൈൻഡ്സെറ്റാണ് ഏറ്റവും ശക്തമായ മൈൻഡ്സെറ്റ് എന്നും ബുക്ക് ചാമ്പ്യനിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഈ യാത്രയിൽ അഭിമാനിക്കുക, കാരണം സ്വന്തം വികാരങ്ങളുടെ യജമാനനാകാൻ കഴിയുന്നവർ വളരെ കുറവാണ്. ലോകത്തിന്റെ ഒഴുക്കിൽപ്പെടാതെ സ്വന്തമായി വഴിവെട്ടുന്ന ആ 8% ആളുകളിൽ നിങ്ങളും ചേരുകയാണ്. അവസാനമായി ഓർക്കുക, ഈ പരിശീലനം ഒരിക്കലും അവസാനിക്കുന്നില്ല. എല്ലാ ദിവസവും ഒരു പുതിയ പരീക്ഷണമുണ്ടാകും. ഓരോ വ്യക്തിയും പുതിയൊരു വെല്ലുവിളിയുമായി വരും. എന്നാൽ ഓരോ തവണയും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നിശബ്ദനാകുമ്പോൾ നിങ്ങളുടെ വിജയത്തിന്റെ പുതിയൊരിഷ്ടിക നിങ്ങൾ പാകുകയാണ്. നിങ്ങളുടെ ആന്തരിക സമാധാനം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് നിങ്ങൾ ഓരോ നിമിഷവും ജീവിക്കേണ്ട ഒരു യാത്രയാണ്. ഇന്ന് ഈ ഓഡിയോ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ കാര്യത്തിനും നിങ്ങളുടെ സമാധാനം നിങ്ങൾ വിലപേശില്ല എന്ന് നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യുക. നിങ്ങളൊരു പോരാളിയാണ്. ഒരു പോരാളി ഒരിക്കലും ചെറിയ യുദ്ധങ്ങളിൽ തന്റെ ശക്തി പാഴാക്കില്ല. ഒരു മാസ്റ്റർക്ക് മാത്രമുള്ള ആ വ്യക്തത നിങ്ങളുടെ കണ്ണുകളിലും സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും സൂക്ഷിക്കുക. നിങ്ങളുടെ മാറ്റത്തിന്റെ ഈ കഥയിൽ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്തതും മികച്ചതുമായ പതിപ്പിനായി തയ്യാറാകൂ. അവിടെ നിങ്ങൾ വെറുമൊരു മനുഷ്യനല്ല, സമാധാനത്തിന്റെ ഒരു മാതൃകയായിരിക്കും. സുഹൃത്തുക്കളെ, ഈ ഓഡിയോ യാത്രയുടെ രത്നച്ചുരുക്കം ഇതാണ്: നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ പക്വതയാണ്. ആരെയും തരംതാഴ്ത്താനോ നിങ്ങളെത്തന്നെ ശരിയാണെന്ന് തെളിയിക്കാനോ ആവശ്യമില്ലെന്ന് തോന്നുന്ന ഈ തലത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നു. ദി പവർ ഓഫ് നോട്ട് റിയാക്ടിംഗ് വെറുമൊരു പുസ്തകത്തിന്റെ സംഗ്രഹം മാത്രമായിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം റീസെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു ഇത്. നിങ്ങൾക്ക് ദേഷ്യം വരികയോ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോഴെല്ലാം ഓർക്കുക, നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ എനർജിയുടെ ദാനമാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് നിങ്ങളുടെ വിലയേറിയ എനർജി ദാനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉത്തരം എപ്പോഴും ഇല്ല എന്ന് തന്നെയായിരിക്കും. നിങ്ങളുടെ ഈ പുതിയ ശക്തി സൂക്ഷിച്ചുവെക്കുക. ആളുകൾ നിങ്ങളിൽ നിന്ന് ബഹളം പ്രതീക്ഷിക്കുന്നിടത്തെല്ലാം ഇതുപയോഗിക്കുക. നിങ്ങളുടെ ശാന്തതയായിരിക്കും അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഈ ശാന്തവും ശക്തവുമായ മൈൻഡ്സെറ്റ് നിങ്ങൾ സ്വീകരിക്കുന്തോറും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും വ്യക്തതയും വർദ്ധിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ തീരുമാനങ്ങൾ മികച്ചതാകും. നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴമേറിയതും സത്യസന്ധവുമാകും. നിങ്ങളെ പ്രചോദിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വയം നിയന്ത്രിക്കുക എന്നതാണ്. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് യുദ്ധവും ജയിക്കുക നിങ്ങൾക്ക് അസാധ്യമാകില്ല. നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങളുടെ വ്യക്തിത്വമാക്കുക. നിശബ്ദതയിൽ പോലും ആയിരക്കണക്കിന് വാക്കുകളുടെ ശക്തിയുള്ള ഒരു ലീഡറാകുക. ഈ യാത്ര നീളമുള്ളതാണ്, എന്നാൽ ഇതിലെ ഓരോ ചുവടും നിങ്ങളെ മികച്ച ഒരു മനുഷ്യനാക്കും. ഇന്നത്തെ ഈ ഓഡിയോ യാത്ര നിങ്ങളുടെ ചിന്താരീതിയെ അല്പമെങ്കിലും മാറ്റുകയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. സ്വന്തം ജീവിതത്തിൽ ഈ സമാധാനവും നിയന്ത്രണവും ആവശ്യമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബാംഗത്തിനോ എങ്കിലും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയേക്കാം. കൂടാതെ ഈ വീഡിയോ പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, കാരണം ഇനിയും ഇതുപോലുള്ള മികച്ച ഓഡിയോ ബുക്കുകൾ കൊണ്ടുവരാൻ നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു.